നഗരത്തിലെ സ്വകാര്യ ബാറിലുണ്ടായ തർക്കം കലാശിച്ചത് ക്രൂരമായ കൊലപാതകത്തിൽ. ബാറിൽ തുടങ്ങിയ വാക്ക് തർക്കത്തിന് പിന്നാലെ കാറിൽ പിന്തുടർന്നെത്തി ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 യുവാക്കൾ പോലീസ് പിടിയിലായി. വില്ലുപുരത്ത് താമസിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥിയായ യാൻസിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. യാൻസിക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന 17-കാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഒരു സ്വകാര്യ ബാറിലാണ് സംഭവങ്ങളുടെ തുടക്കം. യാൻസിയും സുഹൃത്തുക്കളും ബാറിൽ നൃത്തം ചെയ്യുന്നതിനിടെ മറ്റൊരു സംഘവുമായി വാക്കേറ്റമുണ്ടായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ബാറിലെ ബൗൺസർമാർ ഇടപെട്ടാണ് അന്ന് തർക്കം പരിഹരിച്ചത്. എന്നാൽ ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഇരു സംഘങ്ങളും തമ്മിലുള്ള തർക്കം തുടർന്നു. വീണ്ടും ബൗൺസർമാർ ഇടപെട്ട് ഇവരെ പറഞ്ഞയച്ചതോടെ സംഘങ്ങൾ പിരിഞ്ഞുപോയി. ബാറിൽ നിന്ന് പിരിഞ്ഞുപോയതിനു ശേഷവും പക ശമിക്കാതെ നിന്ന ഇരു സംഘങ്ങളും ചെന്നൈയുടെ രാത്രികാല റോഡുകളിൽ വീണ്ടും നേർക്കുനേർ വന്നത് സംഭവത്തെ അതീവ ഗുരുതരമായ ഒരു തലത്തിലേക്ക് എത്തിച്ചു. ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യാൻസിയും സുഹൃത്തുക്കളും യാദൃച്ഛികമായി എതിർ സംഘത്തിലുള്ള യുവാക്കൾ സഞ്ചരിച്ച കാറിനെ കണ്ടുമുട്ടിയതോടെ കാര്യങ്ങൾ വഷളായി. പ്രകോപിതരായ യാൻസിയും സംഘവും കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ ഉപയോഗിച്ച് കാറിന് നേരെ എറിയുകയും ആ സമയം തന്നെ സ്കൂട്ടറിൽ അതിവേഗം അവിടം വിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം യുവാക്കളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. പ്രതികാരദാഹികളായ അവർ തങ്ങളുടെ കാർ വെട്ടിച്ച് യാൻസിയെയും സുഹൃത്തിനെയും പിന്തുടരാൻ ആരംഭിച്ചു. ട്രാഫിക് തിരക്കുകൾക്കിടയിലൂടെ അമിത വേഗതയിൽ പായുന്ന കാർ ഒടുവിൽ യാൻസി സഞ്ചരിച്ച സ്കൂട്ടറിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. സ്കൂട്ടർ തട്ടിമറിക്കാനായി ബോധപൂർവം കാർ അതിലടിപ്പിച്ചതോടെ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി യാൻസിയും സുഹൃത്തും റോഡിലേക്ക് തെറിച്ചു വീണു. ഈ ക്രൂരമായ ആക്രമണത്തിൽ യാൻസി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. കൂടെയുണ്ടായിരുന്ന 17-കാരിക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. തങ്ങളുടെ ചെറിയൊരു തർക്കം ഒരു പെൺകുട്ടിയുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലുള്ള മാരകമായ അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെങ്കിലും ഒരു നിമിഷത്തെ ദേഷ്യവും പ്രതികാര ബുദ്ധിയും ചേർന്ന് അവിചാരിതമായ ഒരു ദുരന്തത്തിനാണ് ചെന്നൈ സാക്ഷ്യം വഹിച്ചത്. സംഭവത്തിൽ ബാലമുരുകൻ, ജോഷ, കിഷോർ കുമാർ തുടങ്ങിയ 3 യുവാക്കളെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെ പ്രായപൂർത്തിയാകാത്തവരെ ബാറിൽ പ്രവേശിപ്പിച്ചതിന് പ്രസ്തുത സ്വകാര്യ ബാറിന്റെ ലൈസൻസ് അധികൃതർ റദ്ദാക്കി. ബാർ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായാണ് ഇതിനെ പോലീസ് കാണുന്നത്. ഒളിവിലുള്ള മറ്റ് പ്രതികൾക്കായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. ഈ സംഭവം നഗരങ്ങളിലെ ബാർ സംസ്കാരത്തെയും സുരക്ഷാ വീഴ്ചകളെയും കുറിച്ച് വീണ്ടും ചർച്ചയാവുകയാണ്. പ്രായപൂർത്തിയാകാത്തവർ ബാറുകളിൽ പ്രവേശിക്കുന്നത് തടയുന്നതിൽ അധികൃതർ കാണിക്കുന്ന അനാസ്ഥതയും ചെറിയ തർക്കങ്ങൾ പോലും വലിയ ക്രിമിനൽ കേസുകളിലേക്ക് വഴിമാറുന്നതും ഗൗരവകരമായ സാമൂഹിക പ്രശ്നങ്ങളാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടി ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിലെ താമസക്കാരിയായതിനാൽ കേസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മുഴുവൻ പ്രതികളെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് പോലീസ് നൽകുന്ന ഉറപ്പ്.